ഹായ് എവരി വൺ. ഇംഗ്ലോട്ട് നോട്ട്സിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BECC 101 ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അപ്പം ടോപ്പിക്കുകൾ ഏതൊക്കെ നോക്കാം. യൂട്ടിലിറ്റി ആൻഡ് യൂട്ടിലിറ്റി തിയറി, ദെൻ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഈ ഒരു രണ്ട് ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ഈസ് ദി വോണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് കമ്മോഡിറ്റി. അല്ല, അപ്പം ഒരു കമ്മോഡിറ്റിയുടെ നമ്മളെ വോണ്ട്സിനെ, ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അല്ലെ, കുറച്ചും കൂടെ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, പ്ലഷർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ഫിനോമിനൻ റെപ്രസെൻറ്റിംഗ് ദ ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, പ്ലഷർ and well-being a consumer experiences from consuming or possessing a good or service. അല്ലെ, അപ്പം നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു ഗുഡ് ഓർ സർവീസ്, അത് മൊബൈലാവാം, അല്ലെ അതുപോലെ തന്നെ മറ്റ് സർവീസുകളാവാം, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രിങ്ക്സുകളാവാം, എന്തെന്നാവട്ടെ, അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, പ്ലഷർ, സാറ്റിസ്ഫാക്ഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, യൂട്ടിലിറ്റി ഈസ് ദി വോണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് കമ്മോഡിറ്റി. അപ്പം എന്തൊക്കെയാവാം ഈ ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, പ്ലഷർ, അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷന്, ഹാപ്പിനെസ്. ഇല്ല, ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനെയും പ്ലഷറിനെയും എക്സ്പീരിയൻസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് എക്സ്പീരിയൻസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൈലി സബ്ജക്റ്റീവ് ആൻഡ് varies from person to person and time to time and across different moods. അല്ലെ, നമുക്ക് കാണാൻ സാധിക്കും, ഈ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫിക്സഡ് അല്ല, അതെന്തിനനുസരിച്ച് മാറും, ദാറ്റ് ചേഞ്ചസ് ബേസ്ഡ് ഓൺ പേഴ്സൺ, ടൈം ടു ടൈം, ദെൻ അക്രോസ് ഡിഫറെൻറ്റ് മോഡ്. നോക്കുന്ന നമ്മൾ ജ്യൂസ് കുടിക്കാറുണ്ട്, അല്ല നല്ല ഷേക്ക് നമ്മൾ കുടിക്കാറുണ്ട്. ഈ ഷേക്ക് നമ്മൾ ഏർലി മോർണിംഗിൽ കുടിക്കുന്നതും യൂസ് ചെയ്യുന്നതും, അതോടൊപ്പം തന്നെ നമ്മൾ ഉച്ചക്ക് വളരെ പീക്ക് ഹോട്ട് ടൈമിൽ യൂസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലെ, ആ ഒരു സെയിം ജ്യൂസ് നമ്മൾ മോർണിംഗ് കുടിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, പ്ലഷർ കിട്ടുന്നത് എപ്പോഴാണ്, നമ്മൾ ആ ഒരു ഹോട്ട് പീക്ക് ടൈമിലിരിക്കുന്ന സമയത്താണ്. അല്ലേ, അപ്പം ഈ യൂട്ടിലിറ്റി എന്തിനനുസരിച്ച്, ആൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും, സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും, നമ്മുടെ മൂഡിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യാൻ, ഡിഫറെൻറ്റ് മൂഡിനനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടും. അപ്പം ആ ഒരു പോയിന്റും പ്രത്യേകം നോട്ട് ചെയ്യുക. വാട്ട് ഈസ് യൂട്ടിലിറ്റി തിയറി? ഇനി നോക്കാം, നമുക്ക് എന്താണ് യൂട്ടിലിറ്റി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. യൂട്ടിലിറ്റി തിയറി ഈസ് എ ഫ്രെയിംവർക്ക് യൂസ്ഡ് ബൈ എക്കണോമിക്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രെഡിക്റ്റ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പം ശ്രദ്ധിക്കാം, യൂട്ടിലിറ്റി തിയറി എന്ന് പറഞ്ഞാൽ എന്തിനാ, ഈ യൂട്ടിലിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടി, സ്റ്റഡി നടത്താൻ വേണ്ടി എക്കണോമിസ്റ്റുകൾ ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു തിയറിയാണ് നമ്മൾ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നത്. അപ്പം യൂട്ടിലിറ്റിയെക്കുറിച്ച് സ്റ്റഡി നടത്താൻ വേണ്ടി പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലേ, അതും എന്തിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കും നിങ്ങൾ, ടു പ്രെഡിക്റ്റ് കൺസ്യൂമർ ബിഹേവിയർ. അല്ലേ, ഇത് കൺസ്യൂം ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു യൂട്ടിലിറ്റി ഫോം ചെയ്യുന്നത് ഏതിലൂടെയാണ്, കൺസ്യൂം ചെയ്യുന്നതിലൂടെയാണ്, അല്ലെ, കൺസ്യൂമർ അത് യൂസ് ചെയ്യുന്നതിലൂടെയാണ്. അല്ലേ, അപ്പം അത് ഈ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെ കുറിച്ചും പ്രിഡിക്റ്റ് ചെയ്യുന്ന, മനസ്സിലാക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് എന്ത്, യൂട്ടിലിറ്റി തിയറി. ഓക്കെ, ബാക്കി നോക്കൂ. ഇറ്റ് എക്സ്പ്ലെയിൻ ഹൗ കൺസ്യൂമേഴ്സ് ചൂസ് ആൻഡ് ഡിമാൻഡ് സർട്ടൈൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് സാറ്റിസ്ഫാക്ഷൻ ദേ ഡിറൈവ്ഡ് ഫ്രം ദം. അപ്പം ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തെന്നറിയോ, എക്സ്പ്ലെയിൻ ഹൗ ദ കൺസ്യൂമർ ചൂസ് ആൻഡ് ഡിമാൻഡ്. അല്ല, എങ്ങനെയാണ് ഓരോ കൺസ്യൂമേഴ്സും എന്ത് ചെയ്യുന്നത്, ഓരോ പ്രോഡക്റ്റും ചൂസ് ചെയ്യുന്നത്, അല്ലെ, കൺസ്യൂം ചെയ്യാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി ഓരോ കൺസ്യൂമേഴ്സും എങ്ങനെയാണ് ഓരോ പ്രോഡക്റ്റിനെയും ചൂസ് ചെയ്യുന്നത്, എന്തിനനുസരിച്ച്, ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് സാറ്റിസ്ഫാക്ഷൻ. അല്ലേ, അപ്പോൾ ഓരോ പ്രോഡക്റ്റും നമുക്ക് നൽകുന്ന യൂട്ടിലിറ്റി അനുസരിച്ച്, സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഓരോ കൺസ്യൂമേഴ്സും പ്രോഡക്റ്റിനെ ചൂസ് ചെയ്യുന്നത്, അവർ വാങ്ങിക്കുന്നത്. അല്ലേ, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്ടിലിറ്റി തിയറി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം ശ്രദ്ധിക്കുക, ഇറ്റ് എക്സ്പ്ലെയിൻ ഹൗ ദ കൺസ്യൂമർ ചൂസ് ആൻഡ് ഡിമാൻഡ്, എങ്ങനെയാണ്
എങ്ങനെയാണ് ഓരോ കൺസ്യൂമേഴ്സും ഒരു പ്രോഡക്റ്റിനെ ചൂസ് ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്, എന്തിനനുസരിച്ച്? ആ ഒരു പ്രോഡക്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് അല്ലേ. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെയും സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് ഒരു പ്രോഡക്റ്റിനെ ചൂസ് ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് തിയറി ഫോം ചെയ്തിട്ടുള്ളത്? യൂട്ടിലിറ്റി തിയറി ഫോം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. നോക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഈ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ ദ ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. ആരൊക്കെ? ആൽഫ്രഡ് മാർഷൽ. നോട്ട് ചെയ്ത് വെച്ചോളാം. ആൽഫ്രഡ് മാർഷലാണ് ഈ ഒരു തിയറിയിൽ പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ്. ദിസ് തിയറി അസ്യൂംസ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് കാർഡിനൽ, മെഷറബിൾ, ജസ്റ്റ് ലൈക്ക് ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ഹൈറ്റിനെ പോലെ വെയിറ്റിനെ പോലെ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്? മെഷർ ചെയ്യാൻ സാധിക്കും. അതും എങ്ങനെ? ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ സാധിക്കും അല്ലേ. ഹൈറ്റ് നമ്മൾ എങ്ങനെയാണോ മെഷർ ചെയ്യുന്നത്, വെയിറ്റിനെ നമ്മൾ എങ്ങനെയാണോ കിലോ അല്ലെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് എന്തിനെ കൗണ്ട് ചെയ്യാൻ സാധിക്കും? ഹാപ്പിനെസ്സിനെ, ഈ പറയുന്ന യൂട്ടിലിറ്റിയെ നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ഏത് തിയറി പറയുന്നത്? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. അപ്പം നോട്ട് ചെയ്ത് വെച്ചോളാം. കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്. ആരൊക്കെ? ആൽഫ്രഡ് മാർഷൽ അടങ്ങുന്ന ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ തിയറിസ്റ്റാണ് ഈ ഒരു യൂട്ടിലിറ്റി തിയറി ഫോം ചെയ്തിട്ടുള്ളത്. യൂട്ടിലിറ്റി തിയറിയുടെ കോർ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മെഷർ ചെയ്യാൻ സാധിക്കും. അതും എങ്ങനെ? ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ലൈക്ക് ഹൈറ്റ് ഓർ വെയിറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം ഇതിൻ്റെ ഒരു കീ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയുടെ യൂട്ടിലിറ്റി ഈസ് അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? ടോട്ടൽ യൂട്ടിലിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ സമ്മിങ് അപ്പ് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റീസ്. അപ്പം ടോട്ടൽ യൂട്ടിലിറ്റിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്ന യൂട്ടിലിറ്റീസിനെ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ടോട്ടൽ യൂട്ടിലിറ്റിയെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന്, ദി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അല്ലെ. മറ്റൊരു അസംഷനാണ് ഈ ഒരു തിയറി വർക്ക് ചെയ്യുന്നതിനുണ്ടായിരിക്കേണ്ട മറ്റൊരു അസംഷനാണ്, കണ്ടീഷനാണ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻ കോൺസ്റ്റൻറ്റ് അല്ലെ. കാശിൻ്റെ യൂട്ടിലിറ്റി ഒരിക്കലും മാറില്ല. നമുക്കറിയാം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി വ്യത്യാസപ്പെടും അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ ജ്യൂസ് കുടിക്കുകയാണ് അല്ലെ. ജ്യൂസ് കുടിക്കുന്ന സമയത്ത് മാംഗോ ഷേക്ക് കഴിക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് മാംഗോ ഷേക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് രണ്ടാമത്തെ മാംഗോ ഷേക്കിന് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് രണ്ടാമത്തെ മാംഗോ ഷേക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റി, സാറ്റിസ്ഫാക്ഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. വീണ്ടും നമ്മൾ ആ സെയിം മാംഗോ ഷേക്ക് തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി, വീണ്ടും നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ കുറയും അല്ലേ. അപ്പം ഒരു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് കമ്മോഡിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല അല്ലേ. എന്നാൽ അതേ സമയത്ത് മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യില്ല? ഒരിക്കലും തന്നെ വ്യത്യാസപ്പെടില്ല. 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലേ, ആ ഓരോ യൂണിറ്റിൻ്റെയും ഓരോ രൂപയുടെയും നമുക്ക് നമ്മുടെ ബോൺസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത്. കൺസ്യൂമർ ഈസ് റാഷണൽ ആൻഡ് സീക്സ് ടു മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ. മൂന്നാമത്തെ കണ്ടീഷനാണ് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ അല്ലേ. കൺസ്യൂമേഴ്സ് എപ്പോഴും റാഷണലാണ്. അവരെപ്പോഴും എന്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും? ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.